നമ്മളങ്ങനെ അവിടെ നിന്ന് വണ്ടി എടുത്ത് പോയിക്കൊണ്ടിരിക്കുക. ഇനി അടുത്തൊരു സ്പോട്ടിന് 11 കിലോമീറ്ററാണ്. നമ്മൾ ഇറങ്ങിയത് അവിടെ ഒരു സ്പോട്ടിലായിരുന്നു. ഒരുപാട് വണ്ടികൾ കയറി വരുന്നുണ്ട്. ശബരിമലയ്ക്കാണെന്ന് തോന്നുന്നു. യെസ്, എല്ലാം ശബരിമലയ്ക്കാണ്. അവരവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു, നമ്മൾ അങ്ങോട്ട് പോകുന്നു. നമ്മളിപ്പോൾ അവിടെ പോലീസുകാർ തടുത്തായിരുന്നേ. വളരെ നല്ല പെരുമാറ്റം. ഞാൻ വിചാരിച്ചു പണി കിട്ടുമെന്ന് വിചാരിച്ചു. കാര്യം ആക്ഷൻ ക്യാം ഉണ്ട്, അപ്പോൾ പണി കിട്ടുമെന്ന് വിചാരിച്ചു. ലൈസൻസ് ഉണ്ടോയെന്ന് ചോദിച്ചു. ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ പൊക്കോളാൻ പറഞ്ഞു. വളരെ ചിരിച്ച്, എന്താ പറയുക, വളരെ സൗമ്യതയോടെയാണ് അവർ സംസാരിച്ചത്. എങ്ങനെയുണ്ട് നമ്മുടെ നാട്ടിലെ പോലീസുകാർ? പക്ഷെ നല്ല പോലീസുകാരായിരുന്നു. ഈ മയിൽ, ആൺമയില പീലി വരുന്നേ ഉള്ളൂ. കൂട്ട് നേരെ പോകുന്നത് മേക്കരയ്ക്കാണ്. മേക്കര പോയി അവിടെ നിന്ന് തെങ്കാശി, പിന്നെ സുന്ദരപാണ്ഡിപുരം, പിന്നെ ഗുണ്ടൂർ ഡാം പോകണമെന്നുണ്ട്. പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് പോവും, അല്ലെങ്കിൽ നാളെ രാവിലെ ഗുണ്ടൂർ ഡാം കയറിയിട്ട് തിരിച്ച് റിട്ടേൺ വരുന്ന വഴിയും ഒരു കിടിലം വഴിയാണ്. കുംഭവരട്ടി വെള്ളച്ചാട്ടം. നമ്മൾ മണലാർ കുംഭവരട്ടി വാട്ടർഫാൾസിനെടുത്ത ഇതാണ് ടിക്കറ്റ് റേറ്റ് വരുന്നത്. ഒരു 2 വീലറിന് 30 രൂപയും ഒരു അഡൽട്ടിന് 50 രൂപയും വരുന്നുണ്ട്. നമ്മൾ വാട്ടർഫാൾസിനകത്ത് കയറാൻ പോകണം. ഇതാണ് നമുക്കായ ടിക്കറ്റ് റേറ്റ്. 2 വീലറിന് 30, അഡൽട്ടിന് ഒരാൾക്ക് 50 രൂപ. ഇവിടെ കുറേ വെയിറ്റിംഗ് ഷെഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. മാത്രമല്ല ഇവിടെ സ്ത്രീകൾക്ക് ബാത്റൂം ഉണ്ട് കേട്ടോ. ആ ഭാഗത്ത് ബാത്റൂമുണ്ട്. സ്ത്രീകൾ ആരെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഈ റൂട്ടിൽ വേറെ ബാത്റൂമും കാര്യങ്ങളൊക്കെ കുറവാണ്. പിന്നെ അച്ചൻകോവിൽ പോകണം ബാത്റൂം സൗകര്യം കിട്ടാൻ. അപ്പോൾ ഞങ്ങൾ വാട്ടർഫാളിൻ്റെ എൻട്രൻസ് വരുന്ന അവിടെയാണ്. ഞങ്ങൾ കയറാൻ പോകണം. അപ്പോൾ നമ്മൾ കുംഭവരട്ടി വാട്ടർഫാൾസിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേ കാണുന്നതാണ് റോഡ്. അവിടെ നിന്ന് ഇങ്ങോട്ടാണ് നടക്കാനുള്ളത്. കുറച്ച് ദൂരം നടക്കാനുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഇവിടെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാഗുകളൊന്നും അവർ അലൗഡ് ചെയ്യില്ല. ഇതുപോലെ സൈഡ് ഹാൻഡ് ബാഗ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, അല്ലാതെ ഉള്ള ബാഗുകൾ അവർ അലൗഡ് ചെയ്യില്ല. കാര്യം പ്ലാസ്റ്റിക്കുകൾ കംപ്ലീറ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ബാഗ് മാക്സിമം അവർ കയറ്റില്ല. അപ്പോൾ വരുന്നവർ ശ്രദ്ധിക്കുക. ഒന്നില്ലേ വണ്ടിയിൽ വെച്ചിട്ട് വരിക, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വലിയ ബാഗുകളുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ടിക്കറ്റ് കൗണ്ടറിനകത്ത് വെക്കാൻ സൗകര്യമുണ്ട്. അവിടെ ബാഗ് വെച്ചിട്ട് വരിക. ചെരുപ്പ് വയ്ക്കാൻ ഇവിടെ ചെറിയൊരു ചെക്കിടാൻ പോലത്തെ സെറ്റപ്പ് ഉണ്ട്. പക്ഷെ നൈസാണ്. നല്ല തണുത്ത തെളിഞ്ഞ വെള്ളം വരുന്നു. കാലൊക്കെ ഒന്ന് നനയ്ക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ, അത് വല്ലാത്തൊരു സുഖമാണ്. അപ്പോൾ വെള്ളത്തിൻ്റെ കളർ നോക്കിക്കേ, നല്ല നീല കളർ വെള്ളം. കിടിലൻ. കുറച്ച് നടന്ന് നോക്കിക്കൊണ്ടിരിക്കുക. നമുക്ക് അങ്ങോട്ടാണ് നടക്കാനുള്ളത്. ഇപ്പം നല്ല നീല കളർ വെള്ളമാണ്. ഈ നീല കളർ വെള്ളം അത്യാവശ്യം ഡേഞ്ചറസുമാണ്. കാരണം എത്ര ആഴമുണ്ടെന്ന് നമുക്ക് ഇവിടെ നിന്ന് അളക്കാൻ പറ്റില്ല. നമ്മൾ നിലം കാണുന്നെന്ന് പറഞ്ഞിട്ട് ചാടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളെക്കാളും പൊക്കത്തിൽ ആഴം ഉണ്ടാവും. അപ്പോൾ സൂക്ഷിച്ചൊക്കെ ഇറങ്ങണം. ഇതിലൊക്കെ ഇറങ്ങുന്നവർ. കുറേ മീനുകളുണ്ട്. പോകുന്ന വഴി അത്യാവശ്യം നല്ല കിടിലൻ വഴിയാട്ടോ. നല്ല തണുത്ത കാറ്റ്. നമ്മളെത്ര വെയിൽ കൊണ്ട് ക്ഷീണിച്ച് വന്നാലും ഇതിനകത്ത് കിട്ടുന്ന സമയത്തുള്ളൊരു കൂളിങ്, ആ ഒരു ഫ്രഷ്നെസ് അല്ലേ, അത് നമ്മുടെ ക്ഷീണം എല്ലാം മാറ്റും. കുറച്ച് പടികൾ കയറി മേലോട്ട് പോയി കഴിഞ്ഞാലാണ് നമ്മുടെ വാട്ടർഫാൾസ് വരുന്നത്. അത് ആ കാണുന്നതാണ് കുംഭവരട്ടി വെള്ളച്ചാട്ടം. നമുക്കിതുപോലെ സ്റ്റെപ്പ് കയറിയിട്ട് വേണം അങ്ങോട്ടേക്ക് ചെല്ലാം. അങ്ങോട്ടേക്ക് പോയി നോക്കട്ടെ. എൻ്റെ
പിന്നെ നമ്മൾ റൂം ബുക്ക് ചെയ്തേക്കുന്നത്. ഇനി അങ്ങോട്ട് പോകണം. ഇനി ഒരു സ്പോട്ട് കൂടെ കണ്ടുവച്ചിട്ടുണ്ട്, നോക്കട്ടെ. ടൈമിനനുസരിച്ച് പോകണം. നല്ലൊരു വഴി കണ്ടപ്പോൾ ഒന്ന് ക്ലിക്ക് ചെയ്യാമെന്ന് വെച്ചു. മേക്കര വരെ ഏകദേശം ഇതുപോലെ റൂട്ടാണ്. അത്യാവശ്യം നല്ല തണലും. ഓ വാ, അത് പൊളിച്ചു. അയ്യോ, മേക്കര വരെ ഏകദേശം ഇതുപോലെ റൂട്ടായിരിക്കണം. ഓ, റൂട്ട് അടിപൊളിയാണ്. അതിനെപ്പറ്റി ഒന്നും പറയാനില്ല. കിടിലെന്ന് വെച്ച് കഴിഞ്ഞാൽ കിടിലം. ഇനി നമ്മൾ മല കയറാൻ പോവാണെന്നാണ് തോന്നുന്നത്. ഇതുപോലെ അത്യാവശ്യം ഹെയർ പിന്നും കാര്യങ്ങളൊക്കെ ഉള്ള റോഡുകളാണ് ഇനി. പിന്നെ അവിടെ എത്തിയിട്ട് നോക്കാം. ബൈക്കൊക്കെ അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന റൂട്ട്. അവന്മാർ പേടിച്ചു ഇതിൻ്റെ ഹോണ് കേട്ടിട്ട്. കുറച്ച് ദൂരം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ തമിഴ്നാട് ചെക്ക് പോസ്റ്റ് എത്തും. തമിഴ്നാട് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഹില്ല് ഇറങ്ങുക ചെയ്യുന്നത്. നമ്മുടെ തെങ്കാശി അങ്ങോട്ടേക്ക്. ഓ, എന്ത് കിടിലൻ റൂട്ടാണ്. ഇവിടെ നിർത്തി ഒരു ഫോട്ടോ എടുക്കാൻ തോന്നുന്നു, അത്രയും കിടിലൻ റൂട്ടാണ്. ആ ഒരു തണുപ്പും നൈസ്. ഈ റൂട്ട് നിങ്ങളെ കാണിക്കാതിരിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അത്രയും കിടിലൻ റൂട്ട്. പുറത്ത് നല്ല തണുപ്പായിരുന്നു. ഇപ്പോൾ വെള്ളച്ചാട്ടത്തിലോട്ട് പോയപ്പോൾ മൊത്തം വേർത്ത് ആകെ മുഷിഞ്ഞിരിക്കുകയായിരുന്നു. പക്ഷെ വണ്ടി എടുത്ത് ഈ റൂട്ടിലോട്ട് ഒന്ന് കയറിയതേ ഉള്ളൂ, പിന്നെ ശരീരം മൊത്തം തണുത്തു. അത്രയും കിടിലനായിട്ടുള്ളൊരു വൈബ് തന്നെ അത്. ഭയങ്കര തണുപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പ്. വെയിലടിക്കുന്നുണ്ട്, പക്ഷെ അതിൻ്റെ ഒന്നും ഒരു ചൂട് നമ്മുടെ ശരീരത്തോ അല്ലെങ്കിൽ എവിടെയൊന്നും അറിയില്ല. വണ്ടിയുടെ എൻജിൻ ഹീറ്റ് പോലും ശരീരത്തോട്ട് അടിക്കുന്നില്ല. അത്രയും ഒരു തണുത്തൊരു കാലാവസ്ഥ. നമ്മൾ വീണ്ടും മല കയറിക്കൊണ്ടിരിക്കുകയാണ്. സൈഡ് മൊത്തം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ എവിടെയെങ്കിലും ഓപ്പൺ പ്ലേസ് കിട്ടിക്കഴിഞ്ഞാൽ നിർത്താം. തമിഴ്നാട് ചെക്ക് പോസ്റ്റ്. ഓ, കിടിലൻ. ആ കാണുന്ന ഏരിയ ഫുള്ള് തെങ്കാശി ഏരിയയാണ്. നമുക്ക് അവിടെ എവിടെയും നിർത്തി ഫോട്ടോ എടുക്കാമെന്ന് തോന്നുന്നു. ഓ, കിടിലൻ. നല്ലൊരു ഏരിയ. എവിടെയെങ്കിലും അടുത്ത ഓപ്പൺ പ്ലേസ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിർത്താം. ആ സൈഡ് ഫുള്ള് അടിപൊളി വ്യൂ ആട്ടോ. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. ഇവിടെ വ്യൂ കിട്ടാൻ നോക്കാം. ഇതൊക്കെ സൈഡ് മരങ്ങളാണ്. നേരത്തെ ഫുൾ അടിപൊളി വ്യൂ ആയിരുന്നു. ഇതിൻ്റെ മേളിൽ നിന്നാണ് നമ്മൾ ഇറങ്ങി വന്നത്. ഇനിയിപ്പോൾ ചെങ്കോട്ടയുടെ അടുത്തെത്താറായി. അപ്പോൾ ആ കാണുന്ന മലകൾക്കിടയിലൂടെയാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത്. ഓ, എന്ത് കിടിലം വ്യൂവാ. ഓ, കിടിലം വൈബ്. ഒരു രക്ഷയില്ല. നമ്മൾ മല പെട്ടെന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുക. നല്ല കിടിലം വ്യൂ.
ആ കാണുന്നതാണ് തെങ്കാശി ഏരിയ. നമ്മളിനി അങ്ങോട്ടാണ് പോകാൻ പോകുന്നത്. നമ്മളിപ്പോൾ അങ്ങനെ മേക്കര എത്തി. ഇതാണ് മേക്കര. ഇനി കുറച്ച് തമിഴ്നാടൻ കാഴ്ചകളാണ്. പഴയ മഹേന്ദ്ര, പഴയ വീടുകൾ, ഹെൽമറ്റൊന്നും വേണ്ടാത്ത മനുഷ്യന്മാർ. ഇതൊക്കെ തന്നെയാണ് തമിഴ്നാടിനെ ബാക്കിയുള്ളവിടെ നിന്നും വ്യത്യസ്തമാക്കുന്നത്. പാലക്കാടിൻ്റെ മറ്റൊരു രൂപം, പാലക്കാടിൻ്റെ മറ്റൊരു രൂപമല്ല, പാലക്കാട് പോലെ മറ്റൊരു രൂപം. തെങ്കാശി, പാടങ്ങളും തെങ്ങും എല്ലാം. ഇവിടെ ഒരു പാമ്പ് പോയിട്ടുണ്ട്, ഞാനത് അധികം അങ്ങോട്ട് പോകാത്ത. ഇതാണ് തമിഴ്നാടിൻ്റെ തനതായ ഭംഗിയുള്ള റോഡ്. 2 സൈഡും പുളിമരങ്ങളും അതിൻ്റെ നടുക്കൂടുള്ള റോഡും. തമിഴ്നാട് ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളിലും പോയി കഴിഞ്ഞാലും ഈ ഒരു വൈബായിരിക്കും. 2 സൈഡ് പുളിമരം ഉണ്ടാവും, നടുക്കൂടെ റോഡും. നമ്മുടെ പൊള്ളാച്ചി വാൽപ്പാറ റോഡിൽ കുറേ ദൂരം ഇതുപോലെ കിടലിനായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. തമിഴ്നാടിൻ്റെ ഓരോ യുണീക്കായിട്ടുള്ള സാധനങ്ങളാണ്. അത് നമുക്ക് വേറെ എവിടെയും കാണാൻ പറ്റില്ല. അന്യൻ ഫിലിം ഷൂട്ട് ചെയ്ത അന്യൻ പാറയ്ക്കാണ്. പക്ഷേ അവിടെ പാറയുടെ മുകളിൽ വരച്ച ചിത്രങ്ങളൊക്കെ മാഞ്ഞു പോയി. പക്ഷെ എന്നാലും ചുമ്മാ പോയിട്ട് ഒന്ന് കാണാം. അതിങ്ങനെ ലോങ് വ്യൂവിൽ കാണാൻ അടിപൊളിയാ എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. നമുക്ക് അത് പോയി കാണാം. ഞാൻ ഈ സൈഡ് മരങ്ങൾ കണ്ടപ്പോൾ ഉള്ള നല്ല റൂട്ട്. അതെ, നമുക്ക് ദൂരെ ഒരു ക്ഷേത്രം കാണാൻ പറ്റും ഇവിടുന്ന്. ഓ, അതിങ്ങനെ അടിപൊളി. ആ ഗോപുരം ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ എന്തൊരു പ്രൗഢിയാണ്. നമ്മൾ അന്യൻ പാറയ്ക്കടുത്ത് എത്താറായി. ഓ, എനിക്ക് തോന്നുന്നു ആ റൈറ്റ് സൈഡുള്ള പാറയാണ് അന്യൻ പാറ. പക്ഷെ അവിടെ ചിത്രങ്ങളൊന്നും കാണാനില്ല. നമുക്ക് പോയി നോക്കാം അവിടെ എവിടെയെങ്കിലും ചിത്രങ്ങൾ ഉണ്ടാവുമോ ഇല്ലേ എന്നുള്ളത്. അപ്പോൾ ഇതാണ് അന്യൻ പാറ. അന്യൻ സിനിമയ്ക്കകത്ത് ഇവിടെ നിന്ന് അടിപൊളിയായിട്ട് പാട്ടുകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അണ്ടങ്കൊക്കെ കൊണ്ടക്കരി എന്ന് പറയുന്ന ആ സോങ് ഷൂട്ട് ചെയ്ത് ഇവിടെ. അതിൻ്റെ ഓപ്പോസിറ്റ് നല്ല അടിപൊളി വ്യൂ ആണ് ഉണ്ടല്ലേ. ഇവിടെ ഇപ്പോൾ കൊയ്ത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. കൊയ്ത്തല്ലാത്ത സമയത്ത് ഇവിടുത്തെ ഒരു ഭംഗി ഞങ്ങളൊന്ന് ഊഹിച്ചു നോക്കിയേ, എന്ത് ഭംഗിയായിരിക്കുന്നു. ഇതാണ് അന്യൻ സിനിമയിലെ ആ ഫേമസ് ആയിട്ടുള്ള ഡാൻസ് എടുത്ത സ്ഥലം. ില്ല പക്ഷെ അവിടുത്തെ ഡാമിൻ്റെ ഒരു വ്യൂ എടുത്തിട്ടുണ്ട്. അത് ഞാൻ ആഡ് ചെയ്യാം. ഗുണ്ടൂർ ഡാം കഴിഞ്ഞ് പിന്നീട് പോകുന്നത് ഇവിടുത്തെ ഒരു ക്ഷേത്രത്തിലേക്കാണ്. അതായത് അല്ലു അർജുൻ്റെ പുഷ്പയൊക്കെ ഷൂട്ട് ചെയ്ത തിരുമലൈക്കോവിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അമ്പലത്തേക്കാണ്. ഒരു മലയുടെ മുകളിൽ ഉള്ള അമ്പലമാണ്. ആ പോകുന്ന വഴിയാണത്. ഈ ഫ്രണ്ടിൽ പോകുന്നത് എൻ്റെ ഫ്രണ്ടാണ് വസന്ത്. അവനാണ് നമ്മളെ ഇന്ന് കൊണ്ടുപോകുന്നത്. ആ മേളിൽ കാണുന്നതാണ് തിരുമലൈക്കോവിൽ. അതിൻ്റെ സ്റ്റാർട്ടിങ് ഇവിടെ നിന്നാണ്. നമുക്കിനി അതിൻ്റെ മേളിൽ പോകണം. അപ്പോൾ നമുക്ക് ബൈക്ക് കൊണ്ട് കയറാൻ പറ്റും. അപ്പോൾ അതിലൂടെ ആൾക്കാർക്ക് സ്റ്റെപ്പ് വഴിയും പോവാം. നമുക്ക് ഇങ്ങോട്ട് ബൈക്ക് കൊണ്ട് പോവാം. ബൈക്കൊക്കെ എവിടെ വെച്ച്? ഒരു ബൈക്കിന് 20 രൂപയാണ്. ഇതാണ് പോകുന്നത്. അപ്പോൾ ഇതാണ് പോകുന്ന റൂട്ട്. സൈഡ് മൊത്തം ഡീപ്പ് ഫോറസ്റ്റും പ്രൈവറ്റ് തോട്ടങ്ങളും കാര്യങ്ങളൊക്കെയാണ്. നമുക്കിതിലൂടെ വേണം പോകാൻ. ഒത്തിരി ഭക്തന്മാർ പോയിട്ട് വരുന്നുണ്ട്. ഇവിടെ ഒന്നും പാർക്ക് ചെയ്യാൻ പാടില്ല എന്നൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. ഇവിടെ ഓരോ സ്പോട്ടുകളുണ്ടാവും നമുക്ക് അത്യാവശ്യം വ്യൂ കിട്ടുന്ന സ്പോട്ടുകളൊക്കെ.
ആൾക്കാർ ഇതിലൂടെയും നടന്നു വരുന്നുണ്ട്. ഓ, നമ്മൾ ഇന്നലെ ആ വഴിയാണ് തെങ്കാശിയിലൂടെ വന്നത്. നമ്മൾ വരുന്ന സമയത്ത് ആ ഡാം നമുക്ക് കാണാമായിരുന്നു. ഓ, കൊള്ളാം, കിടിലം വ്യൂ. ഓഹ്, എന്ത് കിടിലം വ്യൂ ആ. ഒരു 360 വ്യൂ തന്നെ ഉണ്ട്. ആ, അടവി നൈനാർ ഡാം അല്ലേ? ഓക്കെ, ആ ഡാമാണ് അടവി നൈനാർ ഡാം. നമ്മൾ ഇന്നലെ തെങ്കാശി വഴി വരുമ്പോൾ കണ്ട ഡാമാണ് അടവി നൈനാർ ഡാം. നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. പോകുന്ന വഴിയൊക്കെ അടിപൊളിയാണ് കേട്ടോ. പാറയൊക്കെ വെട്ടിയിട്ടാണ് അവർ ഈ റോഡ് ഉണ്ടാക്കിയേക്കുന്നത്. നടന്നു വരേണ്ട ഭക്തർക്ക് നടന്നു വരാം, അല്ലാത്തവർക്ക് ബൈക്കിലും കാറിലുമായിട്ട് ഇതിലൂടെ വരാം. മലയുടെ മുകളിലായതുകൊണ്ട് ഇത് നല്ലൊരു സെറ്റപ്പാണ്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും കയറി പോവാം. ചിലർക്ക് ഈ വിശ്വാസങ്ങളനുസരിച്ച് നടന്നു പോകുന്നതായിരിക്കും നല്ലതെന്ന് തോന്നും. ചിലർക്ക് വണ്ടിയായിരിക്കും, നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വണ്ടിയായിരിക്കും. ഇത് അതിലൂടെ നടക്കാൻ പറ്റാത്ത ആൾക്കാർ ഇതിലൂടെ നടന്ന് കയറി വരുന്നുണ്ട്. കുറച്ച് ചുറ്റലാണ്, പക്ഷേ അവിടത്തെക്കാൾ അത്ര സ്റ്റീപ്പല്ല. നല്ല വൃത്തിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. പാറ മൊത്തം ഒരു സൈഡ് വെട്ടി സെറ്റാക്കിയൊക്കെയാണ്. അടിപൊളി റൂട്ട്. ഓ, കിടലും വൈബ്. ഒരു മഴയും കൂടെ ഉണ്ടെങ്കിൽ ഭയങ്കര അടിപൊളി വൈബായി. നമുക്കിവിടെ നോക്കുമ്പോൾ ഒരു ഇൻഫിനിറ്റിയിലോട്ട് പോകുന്നൊരു ഫീല്. അങ്ങോട്ടേക്ക് ഒന്നുമില്ല, ജസ്റ്റ് ഒരു മേഘങ്ങളുടെ ആ ഒരു വെള്ള കളറ് മാത്രം. സൈഡൊക്കെ കിടലിനാണ്, പക്ഷെ സൂക്ഷിച്ച് വേണം പോകാൻ. അത്യാവശ്യം വണ്ടികൾ വരുന്ന റോഡാണ്. വണ്ടികളൊക്കെ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മെയിൻ അമ്പലം. ഇതിന് ചുറ്റും അടിപൊളി 360 വ്യൂ ആണ്. നമുക്ക് കാണിച്ചുതരാം. இல்லைங்க, அந்த கோட் போட்டதுக்கு நீங்கள் இது பண்ணியிருப்பீங்க, கஷ்டப்பட்டுட்டேன் அப்படின்னு ஜர்க்கின் போட்டதுக்கு. വലിയൊരു കുളമുണ്ട്, അമ്പലക്കുളം. ഇഷ്ടംപോലെ മീനുകളുണ്ട്. ബാക്കി ചുറ്റും മലകളും. അമ്പലത്തിൻ്റെ സ്ട്രക്ചർ കിട്ടുന്ന വ്യൂ ആണ് അടിപൊളി. ബ്ലൂ ബിൽഡിങ്ങിൻ്റെ അവിടെയാണ് പുഷ്പപാറ. അങ്ങനെ നമ്മൾ അമ്പലം കണ്ടു കഴിഞ്ഞു. ഇനി അടുത്തത് പോകുന്ന അന്യൻ ഷൂട്ട് ചെയ്തൊരു ബ്രാഹ്മിൺസിൻ്റെ അഗ്രഹാരമുണ്ട്, അങ്ങോട്ടാണ്. അതും ആ പാട്ടിൻ്റെ സീനകത്ത് വരുന്നതാണ്. പക്ഷെ അവിടെ ഇപ്പോൾ ആ പെയിൻറ്റിങ്സും കാര്യങ്ങളൊന്നുമില്ല. ഒരു പാട്ടിനകത്തുണ്ട്, അത് ഞാൻ റെഫറൻസായിട്ട് ആഡ് ചെയ്യാൻ പറ്റിയെങ്കിൽ ഞാൻ റെഫറൻസായിട്ട് ആഡ് ചെയ്യാം. പക്ഷേ ഈ റൂട്ട് അടിപൊളി. ഒരുപാട് മലയാളീസ് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. കാര്യം ഈ ഒരു വ്യൂവിന് വേണ്ടി തന്നെ ഇഷ്ടം പോലെ പേര് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇനി അവിടെ എത്തിയിട്ട് കാണാം. അപ്പോൾ നമ്മൾ അന്യൻ ഷൂട്ട് ചെയ്ത സിനിമയിൽ ആ അഗ്രഹാരത്തിലോട്ട് നമ്മൾ പോകാൻ പോകണം. ഇതാണല്ലേ? ഓക്കെ, നമുക്ക് ഒരു റൗണ്ട് പോയിട്ട് വരാം. ആ ആ ആ ആ ഇതാണ് ആ ലൊക്കേഷൻ. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഇപ്പോൾ പെയിൻ്റൊന്നും ഓരോരുത്തർ അവർക്ക് അവരവരുടെ ഇഷ്ടത്തിനുള്ള പെയിൻ്റ് അടിച്ച്, പക്ഷെ ആ സിനിമയ്ക്കകത്ത് ഇവിടെ മൊത്തം കളർഫുള്ളായിരുന്നു. റൗണ്ട് പോയിട്ട് அப்படியே போகலாமா? அவ்வளோதான், இப்படியே போயிட்டு நம்ம லெஃப்ட்
ആ ഓക്കെ പോലാ മച്ചാ. ഓ ഇവിടെയാണ് ആ പാട്ട് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഒരുപാട് വർഷങ്ങളായില്ലേ ആ സിനിമയൊക്കെ റിലീസായിട്ട്. നല്ല സ്ട്രെയിറ്റ് റോഡാണ്, സിനിമാറ്റോഗ്രാഫിക്കൊക്കെ പറ്റിയ സ്ഥലമാണ്. അതുകൊണ്ട് തന്നെയാണ് അവരത് ചൂസ് ചെയ്തിരിക്കുന്നത്. ശങ്കർ എപ്പോഴും ബെസ്റ്റല്ലേ ചൂസ് ചെയ്യുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ അന്യൻ അഗ്രഹാരം.